അതിശക്തമായ ഒരു സമരപരിപാടി ഫെബ്രുവരി ആദ്യവാരം 10-ാം തീയതി കൃത്യമായ ഡേറ്റ് നിശ്ചയിക്കും. ഫെബ്രുവരി ആദ്യവാരം തന്നെ ഗ്രേറ്റ് മാർച്ച് എന്ന പേരിൽ വലിയ യുവജന പങ്കാളിത്തത്തോടു കൂടിയ ഒരു സമരപരിപാടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് രാജ്ഭവനിലേക്ക് അവസാനിക്കുന്ന കേരളത്തിലെയും കേന്ദ്രത്തിലെയും നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള ഏറ്റവും വലിയ അധോലോക ഇടനാഴിയായ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രചരണാർത്ഥം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ UDYF-ൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന 14 നേതാക്കന്മാർ, ചെയർമാനും കൺവീനറും അടക്കം ജോയിൻറ്റ് കൺവീനർമാരടക്കമുള്ള 14 നേതാക്കന്മാർ പങ്കെടുക്കുന്ന ജില്ലാതല പ്രചരണ പരിപാടികളും 10 മുതൽ 15 വരെ തീയതികളിലായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തും സംസ്ഥാനത്തും അധികാരത്തിലിരിക്കുന്ന ഏകാധിപത്യ അധോലോക സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ UDYF-ൻ്റെ സ്ഥിരം സംവിധാനം ഇനിയും തുടർച്ചയായി ഇത്തരത്തിലുള്ള ബോഡികൾ കൂടുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് കേന്ദ്രം എല്ലാം ഇവിടെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ, ഇത് ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുമെന്ന്, ആലോചനകൾക്ക് ശേഷം വ്യക്തമാക്കുമെന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നടത്തിയ പത്രസമ്മേളനമാണ് ആധികാരികമായി എനിക്ക് ഈ വിഷയത്തിനകത്തുള്ള അറിവ്. പിന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലപാടിനെ പറ്റി ചോദിക്കുമ്പോൾ, ഇപ്പോൾ ബാബറി മസ്ജിദ് ഒരു രാത്രി കൊണ്ട് തകർക്കുവാൻ RSSകാരെടുത്തൊരു തീരുമാനമല്ല. അതിന് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. 80-കൾ തൊട്ട് നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. എവിടെ അതിൻ്റെ തുടക്കം? അതെന്താ മറന്നു പോകുന്നത്? അതിൻ്റെ തുടക്കം കൃത്യമായിട്ട് എവിടെയാണ്? ഷഹബാനു കേസ്, രാജീവ് ഗാന്ധി മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് വല്ലാതെ ആക്രമിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ രാജീവ് ഗാന്ധിക്കെതിരായിട്ട്, ശരീഅത്ത് നിയമത്തിനെതിരായിട്ട് ആദ്യമായി സംസാരിച്ച നേതാവിൻ്റെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ പാർട്ടി എൻ്റെ അറിവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അതിനുശേഷം ആ നിയമത്തിനെതിരായിട്ട് സംസാരിച്ച ആളുടെ പേര്, അതേ ലൈനിൽ സംസാരിച്ച ആളുടെ പേര് അടൽ ബിഹാരി വാജ്പേയി എന്നാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ അന്നത്തെ പാർട്ടി BJP ആണ്. അതിനുശേഷം സംസാരിച്ചിട്ടുള്ളയാൾ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ സംസാരിച്ചതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ആരിഫ് മുഹമ്മദ് ഖാൻ മലബാറിലേക്ക് ആദ്യമായി വരുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ചാൻസലറായിട്ടല്ലല്ലോ. ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമായിട്ട് എങ്ങനെയാണ് മലബാറിലേക്ക് വരുന്നത്? CPM-ൻ്റെ രാജീവ് ഗാന്ധി വിരുദ്ധ സംഗമം അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിനെതിരായിട്ടുള്ള സംഗമം മുഖ്യ പ്രഭാഷകനായി വിളിച്ചുകൊണ്ടുവന്ന ആളുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നല്ലേ. അപ്പോൾ അവിടം തൊട്ട് തുടങ്ങുന്നതാണ് ഈ ബാബറി മസ്ജിദ് പോലെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കളങ്കമായി നിൽക്കുന്ന ആ തീരാ കളങ്കത്തിൻ്റെ തുടക്കം. അപ്പോൾ അതുകൊണ്ട് നിലപാടുകൾ പറയുമ്പോൾ തിരുത്തുമ്പോഴൊക്കെ അവിടം തൊട്ട് തിരുത്തി തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിനകത്തൊക്കെ വളരെ കൃത്യതയാർന്ന നിലപാട് എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. RSSന് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേരുകൾ ഇട്ടുകൊടുത്തത് മഹാത്മാഗാന്ധിയുടെ കൊലപാതക ശേഷം ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ലെജിറ്റിമസി നഷ്ടമായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു സംഘപരിവാർ. ആ സംഘപരിവാറിന് ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ആദ്യമായി കൊടുത്ത ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ? ഇന്ത്യയിലെ രണ്ടാമത്തെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ആന്ധ്രയിലെ സഖ്യം നമ്മൾ മറന്നുപോയോ? CPM-ൻ്റെ പഴയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആദ്യമായി രാജിവെക്കുന്ന വിഷയം ഏതാ? CPM-മായി തെറ്റുന്ന വിഷയം ഏതാ? അവിടുത്തെ സംഘപരിവാറുമായി ചേർന്നിട്ടുള്ള മുന്നണിയുടെ കൺവീനർ സ്ഥാനം ഹർകിഷൻ സിംഗ് സുർജിത്തിന് കൊടുത്തിട്ടില്ല എന്നതിൻ്റെ പേരിലല്ലേ തർക്കിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാബറി മസ്ജിദ് ഒരു രാത്രി കൊണ്ട് പൊളിക്കാൻ RSSകാരെടുത്തൊരു തീരുമാനമൊന്നുമല്ല. ആ രഥം ഉരുണ്ടു പോകാൻ റോഡ് വെട്ടിക്കൊടുത്ത പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവരൊക്കെ ആദ്യം തിരുത്തട്ടെ. ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് ക്ലാരിറ്റി ഉള്ളൊരു നിലപാടുണ്ട്. ഇനിയും ഈ വിഷയത്തിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവാദങ്ങളിൽ അതിനകത്ത് കൃത്യമായ അഭിപ്രായം പറയുമെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പൊളിറ്റിക്കൽ അഫയേഴ്സുകൾ തീരുമാനിക്കുന്ന ആ സമിതിയാണല്ലോ, അതിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് UDYF-ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായത്തെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ?